क्वचित् प्रभालेपिभिः इन्द्रनीलैः मुक्तामयी यष्टिरिवानुविद्धा अन्यत्र माला सितपङ्कजाना इन्दीवरैः उत्खचितान्दरेव क्वचिच्च कृष्णोरगभूषणेव भस्माङ्गरागा तनुरीश्वरस्य पश्चा अनवद्याङ्गी विभाति गङ्गा भिन्नप्रवाहा यमुनातरङ्गैः. ചില ദിക്കിൽ മുത്തുമാലകളും നീലരത്നമാലകളും ഇടകലർന്ന പോലെയും മറ്റു ചില ദിക്കിൽ കരിങ്കൂവളപ്പൂക്കൾ ഇടകലർത്തി കെട്ടിയ വെൺതാമരപ്പൂ പോലെയും ചില ദിക്കിൽ ഭസ്മം പൂശിയ ശിവശരീരത്തിൽ കരിമ്പാമ്പുകൾ ചുറ്റിക്കിടക്കുന്ന പോലെയും കാളിന്തി തരംഗങ്ങൾ ഇടകലർന്ന ഗംഗാപ്രവാഹം ശോഭിക്കുന്നു എന്നർത്ഥം. മഹാകവി കാളിദാസൻ രഘുവംശത്തിൽ ശ്രീരാമന്റെ ഈ വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്നത് പ്രയാഗിലെ ത്രിവേണി സംഗമത്തിൻ്റെ അനന്യ സൗന്ദര്യം. പുണ്യതീർത്ഥങ്ങളുടെ രാജാവെന്ന് വാഴ്ത്തപ്പെട്ട പ്രയാഗ്, ഋഷിമുനിമാർ പ്രകർഷേണ യാഗങ്ങൾ നടത്തിയ പ്രയാഗ്, മഹാകുംഭമേളയുടെ പ്രയാഗ്, ശ്രദ്ധയുടെ പാരമ്യമെന്ന് വിശേഷിപ്പിക്കുന്ന കുംഭമേള ഈ പവിത്രഭൂമിയിൽ കൊടിയേറുമ്പോൾ ഈ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എത്രയോ മടങ്ങ് വർദ്ധിക്കുന്നു. ഇതിഹാസവും ചരിത്രവും പുരാണവും അഭേദ്യമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന പുണ്യപ്രയാഗിലേക്ക്, അപൂർവമായ ആ മേളനത്തിലേക്ക് വരൂ, ഒരു തീർത്ഥയാത്ര ചെയ്യാം. ജ്ഞാനലബ്ധിക്കായുള്ള ആത്മാന്വേഷണത്തിനോ ഭക്തിയുടെ പ്രതീകമായോ വിശ്വാസത്തിൻ്റെ ഊട്ടിയുറപ്പിക്കലിനായോ നമ്മുടെ പൈതൃകത്തിൻ്റെ മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാനായി ഇവിടെ എത്തുന്ന ജനസഹസ്രങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ഒരു സാധകനാണിപ്പോൾ. ഈ യാത്രയിലൂടെ, ഈ കഥകളിലൂടെ നിങ്ങളെ ആനയിക്കാൻ ഒരു സൂത്രധാരനെന്ന് കരുതിക്കൊള്ളൂ. കുംഭമേളയുടെ ഉത്ഭവം പുരാണത്തിലെ പാലാഴി മഥനത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം പുറത്തു വന്ന കാളകൂട വിഷത്തെ ഭഗവാൻ പരമശിവൻ ഉൾക്കൊണ്ടു. തുടർന്ന് പല വിശിഷ്ട വസ്തുക്കൾ പൊന്തിവരികയും ഒടുവിൽ ശ്രീ ധന്വന്തരി അമൃത് നിറഞ്ഞ കുംഭവുമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അമൃതിൻ്റെ 4 തുള്ളികൾ ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ, പ്രയാഗ് എന്നീ 4 സ്ഥലങ്ങളിൽ വീണു. ഈ പുണ്യസ്ഥാനങ്ങളിലാണ് 3 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത്. 12 വർഷം കൂടുമ്പോൾ അത് മഹാകുംഭമേളയായി ആചരിക്കുകയും ചെയ്യുന്നു. കുംഭമേള ഈ 4 സ്ഥലങ്ങളിൽ നടക്കുന്ന വർഷവും മാസവും സൂര്യൻ, ചന്ദ്രൻ, ബൃഹസ്പതി അഥവാ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ ആസ്പദമാക്കി നിർണയിക്കപ്പെടുന്നു. സൂര്യനും ചന്ദ്രനും മകരരാശിയിലും ഗുരു ഇടവം രാശിയിലും നിൽക്കുമ്പോൾ തീർത്ഥരാജനായ പ്രയാഗിൽ കുംഭയോഗം നടക്കുന്നു എന്ന് ലിഖിതമായി കാണുന്നു. താത്വികമായി വ്യാഖ്യാനിക്കുമ്പോൾ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ മനസ്സാകുന്ന ചന്ദ്രനെയും ബുദ്ധിയാകുന്ന സൂര്യനെയും സമന്വയിപ്പിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരം എന്ന അമൃതപദം സാധ്യമായിത്തീരുന്നു എന്ന് സാരം. പ്രയാഗിൻ്റെ മഹിമ ഋഗ്വേദം തുടങ്ങി അഗ്നിപുരാണം, മഹാഭാരതം എന്നിവയിൽ പ്രകീർത്തനം ചെയ്തിരിക്കുന്നു. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ലോകകല്യാണത്തിനായി യാഗം ചെയ്തത് പ്രയാഗിലാണ്. ദശാശ്വമേധ് ഘാട്ടിലെ ബ്രഹ്മേശ്വരം ക്ഷേത്രം ഈ യാഗവേദിയെ കുറിക്കുന്നു. ഭരദ്വാജ മുനി, യാജ്ഞവൽക്യൻ തുടങ്ങി അനവധി ഋഷിവര്യന്മാരുടെ ആശ്രമങ്ങൾ ഈ തപോഭൂമിയിലായിരുന്നു എന്ന സൂചന ഇന്നും ലഭ്യമാണ്. എന്തിനുപരി ദുർവാസാവ് മുനിയുടെ ആശ്രമവും ഇവിടെ യമുനാതീരത്ത് കാണാം. പ്രയാഗിൻ്റെ കിഴക്ക് ഭാഗമായ ജൂൻസി എന്ന് ഇന്നറിയപ്പെടുന്ന പ്രതിഷ്ഠാനപുരം ചന്ദ്രവംശത്തിലെ പുരൂരവസ്, യയാതി എന്നിവരുടെ രാജ്യമായിരുന്നു. ഇവിടെ പൗരാണിക കാലം മുതൽക്കുള്ള സംസ്കൃതിയുടെ ചിഹ്നങ്ങൾ ഇന്നും ദൃശ്യമാണ്. ഉൾട്ടാക്കിലയിലെ സമുദ്രകൂപത്തെ പത്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും വിവരിക്കുന്നു. സമുദ്രങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന ഈ കൂപത്തിന് ഗുപ്ത സാമ്രാട്ട് സമുദ്രഗുപ്തന്റെ ഭരണകാലവുമായും ബന്ധമുണ്ട്. പ്രയാഗിൻ്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൗശാംബി,
ബീട്ട എന്നീ പ്രാചീന ജനപദങ്ങൾ BC 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ബുദ്ധന്റെ കാലത്തും ഗുപ്തവംശകാലത്തും ശക്തമായ ജനകേന്ദ്രങ്ങളായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. മുഗൾ സാമ്രാട്ട് അക്ബർ പ്രയാഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ ഒരു കോട്ട പണിയുകയും നഗരത്തിന് അലഹബാദ് എന്ന് നാമകരണം ചെയ്തതും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. സർവദാ ലോകഹിതത്തിനായി യജ്ഞങ്ങൾ നടന്നു പോന്ന പ്രയാഗഭൂമിയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര യജ്ഞത്തിന് പ്രചോദനം ലഭിച്ചിട്ടുള്ളത്. വരൂ, നമുക്കിനി ത്രിവേണി സംഗമത്തിലേക്ക് പോകാം. ദയാറാമിന്റെ വഞ്ചിയിലാകാം യാത്ര. ശ്വേതവർണം പൂണ്ട ഗംഗാധാരയും നീലനിറമാർന്ന യമുനാ തരംഗവും ഒന്നു ചേരുമ്പോൾ ഇവിടെ സരസ്വതി അദൃഷ്ടമായി സമ്മേളിക്കുന്നു. ये दिल्ली मथुरा होकर के यमुना जी आती है, ठीक। ये आपको हरिद्वार कानपुर होकर के गंगा जी आकर के यहाँ तीनों बहन मुलाकात करती हैं, जो कि सरस्वती माता आपको किले के अंदर से कुंड बना हुआ है, यमुना जी प्रवेश करके उनका जल आता है। जहाँ दोनों धारा दिखता है उसी को लोग संगम नाम कहते हैं। फिर ये जल मिलकर के आपको काशी बनारस गंगा सागर में जाकर के इकट्ठा हो जाता है. സരസ്വതി ശ്രദ്ധയെയും യമുന ഭക്തിയെയും ഗംഗ ജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ ഇവ മൂന്നിൻ്റെയും പരമോന്നത യോഗമാണ് ത്രിവേണി സംഗമത്തിൽ പ്രതിഫലിക്കുന്നത്. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുക എന്നത് തന്നെയാണ് കുംഭമേളയിലെ പരമപ്രധാനമായ അനുഷ്ഠാനം. ഈ സമയത്ത് സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ സ്ഥിതി ജലത്തിൽ ഉളവാക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ശരീരത്തിനും മനസ്സിനും അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന് ആധുനിക ശാസ്ത്രം ഇപ്പോൾ തെളിയിക്കുന്ന വസ്തുത നമ്മുടെ പൂർവികരായ ഋഷിമാർ അറിഞ്ഞിരുന്നു എന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ്മയമല്ല. सूर्य की किरण पहले जल में पड़ती है, वो अमृत की ही धार होती है. उस अमृत की धार को प्राप्त करने के लिए सभी दूसरे दूसरे प्रांतों से संत इकट्ठे होते हैं और गंगा स्नान करके उस अमृत की धार का ग्रहण करते हैं. മകരസംക്രാന്തി ദിവസത്തിൽ ആരംഭിച്ച് മഹാശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ കാലയളവിൽ ദേവർഷിമാരുടെയും മഹാത്മാക്കളുടെയും നിറഞ്ഞ സാന്നിധ്യം ദൃശ്യമായും അദൃശ്യമായും ഇവിടെയുണ്ടെന്നാണ് സങ്കല്പം. जो इस एक महीने में भजन होता है एक कल्प के बराबर होता है, जो पाप होता है वो भी एक कल्प के बराबर होता है. कलशस्य मुखे विष्णु कंठे रुद्रः समाश्रितः मूले त्वस्य स्थितो ब्रह्मा मध्ये मातृगणा स्मृता कुक्षौ तु सागरा सर्वे सप्तद्वीपावसुन्धरा ऋग्वेदोऽथ यजुर्वेद सामवेदोऽथर्वण अङ्गैश्च सहित सर्वे കലശന്തു സമാശ്രിത. പ്രപഞ്ച തത്വമടങ്ങിയ ചിഹ്നമാണ് കുംഭം. മനുഷ്യ ശരീരത്തെ കുംഭത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. മനുഷ്യജന്മത്തെ ധന്യമാക്കുന്നത് ആത്മജ്ഞാനമാകുന്നു. അപ്പോൾ ശരീരമാകുന്ന കുടത്തെ നിറയ്ക്കേണ്ടത് ജ്ഞാനമാകുന്ന അമൃതം കൊണ്ടാണ്. ഈ അമൃതത്തെ കൈവരിക്കലാണ് കുംഭമേളയുടെ ലക്ഷ്യവും മാർഗവും. ഈ തത്വത്തെയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട പാലാഴി മഥനമെന്ന പുരാണകഥയും വിളിച്ചോതുന്നത്. കുംഭമേളയുടെ ആരംഭം കുറിക്കുന്നത് അഖാഡകളുടെ ഘോഷയാത്രയോടെയാണ്. ധർമ്മസംരക്ഷണത്തിനായി ശങ്കരാചാര്യർ രൂപം നൽകിയ അഖാഡകൾ സന്യാസി സമൂഹത്തിലെ സന്നദ്ധ ഭടന്മാരുടെ സംഘടനയാകുന്നു. സന്യാസിമാരുടെ സാമൂഹിക ഉത്തരവാദിത്വത്തെ ഉറപ്പുവരുത്തലായിരുന്നു അഖാഡകളുടെ രൂപീകരണത്തിലൂടെ ആചാര്യസ്വാമികൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിർമോഹി, നിർവൈരി, അഗ്നി, ജൂന എന്നിങ്ങനെ 13ഓളം അഖാഡകൾ ഔപചാരിക അംഗീകാരത്തോടുകൂടി ഇന്ന് നിലവിലുണ്ട്. നിർദ്ദിഷ്ട ക്രമത്തിലാണ് അഖാഡകൾ സ്നാനത്തിനായി സംഗമത്തിൽ എത്തിച്ചേരുന്നത്. സംക്രാന്തി, അമാവാസി, പഞ്ചമി, പൗർണമി ദിവസങ്ങളിലാണ് സന്യാസിമാരുടെ ഷാഹി സ്നാൻ. സന്യാസിമാരിൽ വിവിധ വിഭാഗത്തിൽപ്പെടുന്നവരുണ്ട്.
അഘോരികൾ എന്നറിയപ്പെടുന്ന നാഗസന്യാസിമാർ ഹിമാലയത്തിൽ നിന്നും പുറം ലോകത്ത് വരുന്ന അപൂർവ സന്ദർഭമാണ് കുംഭമേള. ദിഗംബരന്മാരായി ശരീരത്തിൽ ഭസ്മം പൂശി ജടയിലും കഴുത്തിലും രുദ്രാക്ഷമണിഞ്ഞ് തൃശൂലമേന്തി നടക്കുന്ന ഇവർ കാഴ്ചയിൽ ഘോരമെന്ന് തോന്നിക്കുമെങ്കിലും തികച്ചും അഘോരികളാണ്. പരിത്യാഗത്തിൻ്റെയും നിസ്സംഗതയുടെയും നിർമ്മലതയെയാണ് നാഗസന്യാസിമാർ പ്രതിനിധാനം ചെയ്യുന്നത്. AD 634 ചക്രവർത്തി ഹർഷവർദ്ധന്റെ ഭരണകാലത്ത് ഭാരതം സന്ദർശിച്ച ഹുയാൻസാങ്ങിന്റെ യാത്രാവിവരണങ്ങളിൽ കുംഭമേളയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കുംഭമേള എന്ന പേരിൽ അല്ലെങ്കിൽ പോലും നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ള സമയത്തും ത്രിവേണിയിൽ മാഘമാസത്തിലെ സ്നാനം പ്രത്യേക ലിപികളാൽ കുറിക്കപ്പെട്ട സംഭവമെന്ന് തീർച്ച. ദേശീയോദ്ഗ്രഥനത്തിന്റെ ആദിപിതാവെന്ന് വിളിക്കാവുന്ന ജഗദ്ഗുരു ശങ്കരാചാര്യർ പിൽക്കാലത്ത് ഈ സംഭവത്തെ ജനകീയമാക്കുകയും അഖാഡകൾ ഉൾപ്പെടെ വിപുലമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്തു. അഖാഡകളെ നയിക്കുന്ന സമിതിയായ ശ്രീപഞ്ചിന്റെയും ആചാര്യ മഹാമണ്ഡലേശ്വരന്മാരുടെ തിരഞ്ഞെടുപ്പ്, ആത്മീയ ചർച്ചകൾ എന്നിവ നടക്കുന്നതും കുംഭമേള എന്ന വേദിയിലാണ്. ബ്രഹ്മചാരികൾക്ക് സന്യാസദീക്ഷ നൽകുന്നതിനും ഏറ്റവും പാവനമായ അവസരമാണിത്. കുംഭമേളയ്ക്കായി ഗംഗയുടെ തീരത്ത് ഒരു താൽക്കാലിക നഗരം തന്നെയാണ് രൂപം കൊള്ളുന്നത്. 58 ചതുരശ്ര കിലോമീറ്റർ പരന്നുകിടക്കുന്ന ഈ നഗരിയെ 14 സെക്ടറുകളായി വിഭജിച്ചിരിക്കുന്നു. തീർത്ഥാടകരുടെ താമസത്തിനായി അനേകായിരം ടെന്റുകൾ, ആശ്രമ ശിബിരങ്ങൾ, യാഗശാലകൾ എന്നിവ കൊണ്ട് നിറഞ്ഞ കുംഭനഗരിക്ക് ഒരു സ്വതന്ത്ര ജില്ല എന്ന ഔപചാരിക അംഗീകാരമുണ്ട്. വീതിയേറിയ പാതകളും 18 പോൺടൂൺ പാലങ്ങളും അനേകം സ്നാനഘാട്ടുകളും മേളയുടെ തിക്കും തിരക്കും കുറയ്ക്കുന്നതിൽ സഹായകമാകുന്നു. ജനസുരക്ഷയ്ക്കായി 13,000-ൽ പരം പോലീസുകാർ, മറ്റ് പൊതുസൗകര്യങ്ങൾ, ജലവിതരണം, വൈദ്യസഹായം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കും വേണ്ടി വിപുലമായ സംവിധാനം, ഇവയൊക്കെയും 22,000 ഇലക്ട്രിക് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്ന മേളയുടെ ശോഭ അക്ഷരാർത്ഥത്തിൽ തന്നെ വർദ്ധിപ്പിക്കുന്നു. ആത്മീയ പ്രഭാഷണങ്ങൾ, സത്സംഗങ്ങൾ, പുരാണങ്ങളുടെ പാരായണം, നാടകാവിഷ്കാരം തുടങ്ങിയ പരിപാടികൾ പല സമിതികളുടെ അധ്യക്ഷതയിൽ നിരന്തരം നടക്കുന്നു. ഈ കുംഭനഗരി രാവും പകലും സജീവമാണ്. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗംഗാ തരംഗിണികളെ സ്പർശിക്കും മുമ്പ് തന്നെ സ്നാനപുണ്യത്തിനായി ആളുകൾ എത്തിക്കഴിഞ്ഞു. അവരവർക്ക് സ്വീകാര്യമായ രീതികളിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു ജനങ്ങൾ. ചിലർക്ക് ഗുരുസേവ ചെയ്യുവാനും ഋഷിഋണം വീട്ടുവാനുമുള്ള അവസരമാണ് കുംഭമേള. कुंभ में हमारे लिए गुरु महाराज की ड्यूटी है। वैसे आप माँ बाप है, अपने बच्चे को कह दे कि ये कार्य करना है, तो उसी तरह हम लोग बच्चे हैं उनके, जो कार्य कहेंगे उसको हमको करना स्वाभाविक धर्म है। गुरु कृपा, भगवान कृपा। ഇവിടെ എത്തുന്ന അസംഖ്യം വിദേശീയരിൽ മാധ്യമപ്രവർത്തകർക്ക് വാർത്താ പ്രാധാന്യമുള്ള സംഭവമാണ് കുംഭമേളയെങ്കിൽ മറ്റു ചിലർക്ക് കൗതുക കാഴ്ചയാണ്. എന്നാൽ ആത്മീയതയുടെ ആദ്യ പടവുകൾ തേടുന്നവരും അദ്വൈതാനന്ദത്തിൽ ആണ്ടിരിക്കുന്നവരും കുറവല്ല. ഭേദമന്യേ പല ദിക്കുകളിൽ നിന്നും ജനാവലി ഇവിടെ എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് സംഗമമായി തീരുകയാണ്. ഇവിടെ വിളങ്ങുന്നത് എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ പ്രകാശിക്കുന്ന ചൈതന്യവും. നേരം സൂര്യാസ്തമയത്തോടടുക്കുമ്പോൾ ഗംഗാമാതാവിന് സമർപ്പിക്കുന്ന ആരതിക്ക് ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്.
ശംഖുലിയും മണിനാദവും വാദ്യഘോഷവും കൊണ്ട് മുഖരിതമാകുന്ന സായം സന്ധ്യ ഒരു അതുല്യാനുഭൂതിയെ പ്രദാനം ചെയ്യുന്നു. നദികൾക്കെന്നും ഭാരതീയ സംസ്കാരം അഭിവന്ദ്യ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ പരിപോഷിപ്പിക്കുന്ന ജീവദായിനിയെ അമ്മയായി കാണുന്നു. ഇതാ ഗംഗാമാതാവിനായി ഈ മഹാത്മാവിന്റെ ആത്മനിവേദനം. जगदम्बिके हमारी को प्रवाहित करने वाली जगदम्बिके संसार की धरातल पर जीवन की तरंगों में अपनी शक्ति को प्रवाह करके आपने जीवन के प्रत्येक जीव में संचार करने वाली शक्ति की अभ्युदय शक्ति को प्रदान किया है। आप भगवान ब्रह्मा के कमंडल में निवास करती हुई वहां से निकल करके अपने शक्ति रूप में संसार के प्रत्येक प्राणियों के पाप का विनाश करने के लिए धरातल पर आई है। आपने ही बड़े बड़े महायोगियों को कृपा करके इस इष्ट की कृपा प्रदान की है। आपके ही चरणों में निवास करके बड़े बड़े अमलात्मा, महात्मा, दिव्यात्मा, परमात्मा का दर्शन कर चुके हैं। ये कुंभ का परिक्षेत्र आपकी कृपा के द्वारा ही प्रस्फुटित हो रहा है। ഭാരതത്തിന് മാതൃസ്ഥാനം വഹിക്കുന്ന ഗംഗയെ മലിനീകരിക്കാൻ പോകുന്ന ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന നിർഭാഗ്യകരമായ പ്രവണതയിൽ നിന്നും ജനത്തെ പിന്തിരിപ്പിക്കുവാനും ബോധവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുവെന്നത് അഭിനന്ദനീയം തന്നെ. വിശ്വവിഖ്യാതനായ അമേരിക്കൻ സാഹിത്യകാരൻ മാർക്ക് ട്വെയിൻ 1895 പ്രയാഗിലെ കുംഭമേള സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൽ അതുളവാക്കിയ പ്രതീതിയെക്കുറിച്ച്, അമ്പരപ്പിച്ച ആ ദൃശ്യത്തെക്കുറിച്ച് ഫോളോയിങ് ദ ഇക്വേറ്റർ എ ജേണി അറൌണ്ട് ദ വേൾഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നു: അത്ഭുതം തന്നെ, ഒരു വിശ്വാസത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രം ലക്ഷോപലക്ഷം വൃദ്ധരും ക്ഷീണിതരും യുവാക്കളും അബലരും മടിയോ പരാതിയോ കൂടാതെ ഇത്തരം അവിശ്വസനീയമായ യാത്രകൾ പുറപ്പെടുകയും തദ്വാരാ ഭവിക്കുന്ന കഷ്ടതകൾ ഖേദം വിനാ സഹിക്കുന്നതും പ്രേമത്താലോ അതോ ഭയത്താലോ ഇത് ചെയ്യുന്നത് എനിക്കേതെന്നറിയില്ല. പ്രചോദനം എന്തു തന്നെയായാലും അതുളവാക്കുന്ന ഈ കൃത്യം ഭാവനയ്ക്കതീതമാണ്. വികാരഹീനരായ നമ്മൾ വെള്ളക്കാർക്ക് വിസ്മയമാർന്നതും. I just love coming here. I just feel drawn to come back. So I want to be a part of. I want to be a part of the energy that's here and the vibrancy. And I really do love the people and the country. It's been ഒരേ സ്ഥാനത്ത് ഒരേ ഉദ്ദേശത്തോടു കൂടി ലോകത്തിൽ ഏറ്റവുമധികം ജനം സമ്മേളിക്കുന്നു എന്ന അതുല്യ ബഹുമതി കുംഭമേളയ്ക്കുണ്ട്. ഭാരതത്തിന്റെ ശ്രദ്ധയുടെയും ആത്മബലത്തിന്റെയും ബഹിസ്ഫുരണമായ ഈ അത്ഭുത പ്രതിഭാസം ഈ ജനതയുടെ അഭിമാനമാണ്, അവാച്യമായ അനുഭവമാണ്. വരൂ, നമുക്കും ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്യാം, ആ അനുഭവത്തെ കൈവരിക്കാം. മൃത്യോർമ അമൃതം ഗമയ. മൃത്യോർമ അമൃതം ഗമയ. മൃത്യോർമ അമൃതം ഗമയ. മൃത്യോർമ അമൃതം ഗമയ.